നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് വലുതായിട്ട് മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ ഒരു കണ്ടന്റ് ഒന്നും ഇന്ന് ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടക്കം തന്നെ ഈ പറയുന്ന അൻസിബയുടെ വിഷയമാണ്. ഇന്ന് PT ക്ലാസ് അറേഞ്ച് ചെയ്തപ്പോൾ അൻസിബ പറയുന്നു, എനിക്ക് അവിടെ വരാൻ സൗകര്യമില്ല. അതായത് ആരുമായിട്ട് അപ്സരയുമായിട്ടുള്ള വിഷയമാണ്. അപ്സരയ്ക്ക് കുറച്ച് ധാർഷ്ട്യം കൂടുതലാണെന്നും അവൾ വിളിച്ചാൽ ഞാൻ വരില്ല എന്നും ആര് പറയുന്നുണ്ട്, ഈ പറയുന്ന അൻസിബ പറയുന്നുണ്ട്. അത് അപ്സരയ്ക്കൊട്ടും പിടിക്കുന്നില്ല. അവസാനം ഇവരെല്ലാരും കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു, അൻസിബയെ എന്ത് ചെയ്തു പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അൻസിബ പറയുന്നു, അത് അപ്സര പറയുന്നു, ഞാനൊരു വ്യക്തിയല്ല, എന്റെയോടുള്ള പേഴ്സണൽ വൈരാഗ്യമൊന്നും ഇതിലെടുത്തിടണ്ട, ഞാൻ പവർ ടീമിന്റെ അംഗമായിട്ടായിരുന്നു നിന്നുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പവർ ടീമാണ് പറയുന്നത്, നിനക്ക് കേട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അപ്സര പറയുന്നു, അൻസിബ പറയുന്നു, ഏത് പവർ ടീം ആയാലും എനിക്ക് ഈ ജോലി ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അൻസിബ പോയി റൂമിൽ ഇരിക്കുന്നു. അവിടെ പിന്നെ എന്ത് ചെയ്തു, പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ വരുന്നു. പക്ഷെ ജാസ്മിനെ അവിടെ ഒരു അക്ഷരവും പോലും പറയാൻ സമ്മതിക്കാതെ അൻസിബ ഇറക്കി വിടുന്നു. ഒന്നും പറയേണ്ട, പൊക്കോ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം അവർ അൻസിബയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നു. മറ്റൊന്നുമല്ല, നാളെ ഈ പറഞ്ഞ PT ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തി, ലൈനായിട്ട് നിർത്തി എല്ലാം അറേഞ്ച് ചെയ്യേണ്ടത് അൻസിബയാണ് എന്നുള്ള വളരെ സത്യം പറഞ്ഞാൽ ഒരു മാതൃകയായ ഒരു ശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത്. അത് ആ ശിക്ഷ പറഞ്ഞു കൊടുക്കുന്ന ഗബ്രിയാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കില്ല, കഴിഞ്ഞ ദിവസം ഇതുപോലെ ആരാണ്, നമ്മുടെ ജാൻമണിയും ഇതുപോലെ പറഞ്ഞു, എനിക്കും PT ക്ലാസ്സിന് വരാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന ജാൻമണിയുടെ മുന്നിൽ ഈ പറഞ്ഞ തൊഴുതു കൈയാളായി നിന്ന ഈ പറയുന്ന അപ്സരയും ടീമും ഈ പറയുന്ന ആരുൾപ്പെടെ നമ്മുടെ ജാസ്മിൻ ഉൾപ്പെടെ അവിടെ പേടിച്ച് തൂറി അവളെടുത്ത് പിന്നെ യാചിക്കുന്നവരെയാണ് കണ്ടത്. ഈ യാചിക്കുന്നവരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് അൻസിബ പറഞ്ഞപ്പോൾ അവരെടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ തർക്കിക്കുന്നതും കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് അവിടെ എത്തിയിരുന്നു. അതിനുശേഷം റസ്മിന് എന്തോ പനി, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മന്ത്രവാദിനിയായ നമ്മുടെ ശാപവാക്കുകൾ കൊണ്ട് എല്ലാവരെയും ശപിക്കുന്ന ജാൻമണിയുടെ ശാപം അവസാനം ഏറ്റിരിക്കുന്നു. മറ്റാർക്കുമല്ല, റസ്പിൻ ബായിക്ക് പനി വന്ന് വിറച്ച് വൈറൽ ഫീവറായി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വൈറൽ ഫീവറാണ്. എങ്ങനെ പോയാലും ഒരാഴ്ചത്തെ റെസ്റ്റ് വേണ്ടിവരും. തിരിച്ചു വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്നുള്ളതാണ്. മനസ്സിലായോ? വൈറൽ ഫീവർ അല്ലേ, പെട്ടെന്ന് വരാൻ പാടില്ല. അത് 2 ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നുമാണ് ഈ പറയുന്ന ആരാണ് നമ്മുടെ ജാൻമണി പറയുന്നത്. ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. എന്റെ പ്രാക്കിൽ അവൾക്ക് വയ്യാതെ നടക്കുന്നത് കണ്ടില്ലേ, അവൾക്ക് ഞാൻ പ്രാഗിയത് കൊണ്ടാണ് അവൾ ഇങ്ങനെ വന്നത് എന്ന് പറയുന്നുണ്ട്. അടുത്ത ഇനി ഒരാളും കൂടി ഉണ്ട് എന്നും ജാൻമണി പറയുന്നത്. മറ്റാരുമല്ല, അടുത്ത ആളെന്ന് പറഞ്ഞാൽ നോറയാണ്. നോറയുടെ ശബ്ദം പോകുമെന്ന് പറഞ്ഞു. ഇനി നോറയുടെ ശബ്ദവും അടിച്ചു പോകുമോ എന്നാണ് നമുക്ക് കണ്ടറിയാനുള്ളത്. അപ്പോ അങ്ങനെ പിന്നെ നടന്ന ടാസ്കാണ്. മനസ്സിലായോ? ഒരു 3 റൗണ്ടുള്ള ഒരു ടാസ്കിൽ സത്യം പറഞ്ഞാൽ പൂജ കൃഷ്ണ അവിടെ എടുത്തു പറയണം. പൂജ കൃഷ്ണ നമ്മളെക്കാളും, എനിക്ക് പോലും അത് ഇത്രയും ലൈവ് കണ്ടിട്ട് പോലും ചില ഇൻസിഡൻസ് ഇത് ഏതെന്ന് ഓർത്തിരക്കാൻ കുറച്ച് സമയമെടുത്തു. പക്ഷെ പൂജ വളരെ കൃത്യമായിട്ട് ഒരു മിനിറ്റ് പോലും നമ്മുടെ എപ്പിസോഡോ ലൈവോ മിസ്സാക്കിയിട്ടില്ലെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന റൗണ്ടായിരുന്നു വന്നത്. അവിടെ എന്താണ്, ചിലവരുടെ ഫോട്ടോ കാണിക്കും, ആ ഫോട്ടോയിൽ ഏത് സന്ദർഭത്തിലാണെന്ന് പറയണം. ചിലവരെ വോയിസ് കാണിക്കും, ആരെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറയണം. അങ്ങനെ കുറച്ച് റൗണ്ട് അവരെ വളരെ വൻ ഭൂരിപക്ഷത്തോടു കൂടി എന്ത് ചെയ്തു, ഈ പറയുന്ന നമ്മുടെ പൂജയുടെ ടീം ജയിച്ചു കയറിയിട്ടുണ്ട്. അപ്പൊ അത് പൂജയെ അപ്രിഷിയേറ്റ് ചെയ്യണം. നമ്മളൊരു ബിഗ് ബോസിലേക്ക് വരുമ്പോൾ മിനിമം അതിന് ഈ പറയുന്ന എപ്പിസോഡെങ്കിലും മുഴുവൻ കണ്ട് ഒരു ഐഡിയ വേണം. ആരെക്കുറിച്ചൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ സന്ദർഭത്തിൽ ആരൊക്കെ ബാക്കിൽ നിന്ന് കുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഇതുപോലെ ഡിബേറ്റിലേക്ക് നമുക്ക് വിജയിച്ച് കയറാൻ കഴിയും. അതുകൊണ്ടാണ് കഴിഞ്ഞ ഡിബേറ്റിൽ പൂജയ്ക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. ഇനി അടുത്ത നമ്മളിവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് ക്യാപ്റ്റനും പവർ ടീമും തമ്മിലുള്ള അടിയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റനും പവർ ടീമും തമ്മിൽ അങ്ങോട്ട്, അതായത് അപ്സര അടങ്ങുന്ന പവർ ടീമിന് ഈ പറയുന്ന ക്യാപ്റ്റന്റെ ഓവറായിട്ടുള്ള കടന്നുകയറ്റം, അല്ലെങ്കിൽ ഇവർക്കൊരു പവറും ഇല്ലാതെ ഈ ക്യാപ്റ്റൻ തന്നെ എല്ലായിടത്തും പോയി തന്റെ പവർ അല്ലെങ്കിൽ അവിടുത്തെ അധികാരം കൈക്കലാക്കുന്നു എന്നൊരു ചിന്ത അപ്സരയുടെ മനസ്സിലുണ്ട്. കാരണം മറ്റുള്ളവരെ മാത്രമല്ല, അപ്സരയെടുത്ത് പോലും വന്ന് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ വന്ന് അത് പറഞ്ഞ് ശരിയാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ആക്കണമെന്ന്. അതായത് പവർ ടീമിന് പോലും ഉപദേശം കൊടുക്കുന്നു. ആര്? ഈ പറയുന്ന
നമ്മുടെ ക്യാപ്റ്റനായ ജാസ്മിൻ. ഇത് ആർക്ക് പിടിക്കുന്നില്ല? അപ്സരയ്ക്ക് പിടിക്കുന്നില്ല. അപ്സരയുടെ മനസ്സിൽ ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, അപ്സരയും അർജുനും കൂടി ഒരു റൂമിൽ ഇരുന്നപ്പോൾ ഇവള് ഈ പറഞ്ഞ പവർ റൂമിനകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡോർ തുറന്ന് ഏതാണ്ട് പകുതിയോളം അകത്തേക്ക് കയറിയിട്ട് അവരുടെ എന്തോ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ ഉപദേശം കൊടുക്കുന്ന സമയത്ത് അപ്സരയുടെ പിന്നീട് മുഖം മാറുന്ന നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ ജാസ്മിനെ ഇടപെടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിൻ ഒരു ക്യാപ്റ്റനായതിനു ശേഷം ലാലേട്ടൻ വരുമ്പോൾ ഒരു അപ്രിഷിയേഷൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം എന്തോ ഈ ലാലേട്ടൻ വന്നപ്പോൾ അവളെ ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്ടപ്പോൾ അവൾക്ക് ഭയങ്കര എനർജിയായി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു അപ്രിഷിയേഷൻ കിട്ടാനും ഈ പറയുന്ന അപ്സരയ്ക്ക് ഏറ്റവും നല്ലൊരു ക്യാപ്റ്റൻ ആരായിരുന്നു? അപ്സരയായിരുന്നു. അതിനെ മാറ്റി തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിമറിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു ക്യാപ്റ്റൻ ഞാനായി തീരണം എന്നൊരു ആഗ്രഹം ആർക്കുണ്ട്? ഈ പറയുന്ന ജാസ്മിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ചെറിയ കാര്യങ്ങളിലും ഈ പറയുന്ന ജാസ്മിൻ പോയി ഇടപെടുകയും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല കാര്യം തന്നെ. പലപ്പോഴും അൺവാണ്ടഡ് ആയി ചിലപ്പം തീർന്ന കേസുകൾ വരെ അവർ തമ്മിൽ സംസാരിച്ച് ക്ലിയർ ആയ കേസുകൾ തന്നെ വീണ്ടും ഈ പറയുന്ന ജാസ്മിൻ ചെന്ന് ഇടപെട്ട് താൻ മൂലമാണത് തീർത്തത് എന്നുള്ള രീതിയിൽ അവൾ ആക്കി തീർക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 2 അഭിഷേകുകളുടെ പ്രശ്നം അവർ പറഞ്ഞൊരു തീർത്ത സംഭവമാണ്. അതിനെ വീണ്ടും അവരെ വിളിച്ചു കൊണ്ടുവന്നു ഇങ്ങനെ വീണ്ടും അവരെ ഇവളെ ഇടപെട്ടുകൊണ്ട് ഒരു മീഡിയേറ്ററായി നിന്നുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, ഞാനാണ് ഇതെല്ലാ കാര്യങ്ങളും വിളിച്ച് കൂട്ടി റെഡിയാക്കുന്നു എന്നൊരു സംഭവം ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ അത് ഇത് കൃത്യമായിട്ട് ആർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്സരയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം ഈ ഋഷിയും സിബിനുമായിട്ടുള്ള വിഷയം മോർണിംഗ് ആക്ടിവിറ്റിക്ക് ഋഷിയെ കുറിച്ച് പറഞ്ഞത്, ഞാൻ നല്ലത് ഒരു ദിവസം നിങ്ങൾ ടൂർ പോകുന്നതിൽ ഇവിടെ നിന്ന് ആരെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അതിൽ എടുത്തു പറയണമെങ്കിൽ നമ്മുടെ ഗബ്രി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നമ്മുടെ ജാസ്മിനെയും കൊണ്ട് മൂന്നാർ പോകണമെന്നുള്ള ആഗ്രഹം അവൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, അതിവിടെ. അപ്പോ ഇവിടെ സിബിൻ ഈ പറയുന്ന പുടിയനെ കൊണ്ട് പറഞ്ഞത് തന്നെ ഞാൻ ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകും, അവിടെ പോയി വിസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞത് ആർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല? ഈ പറഞ്ഞ നമ്മുടെ മുടിയൻ ഇഷ്ടപ്പെട്ടില്ല. മുടിയൻ അതിനെ ചോദ്യം ചെയ്യുന്നു. ഇവൻ ഇത് പറഞ്ഞത് ശരിയാണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇത് പറയേണ്ടത് ആവശ്യമില്ല. അത് ജുവനൈൽ ഹോം എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തവനെ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അപ്പൊ അതിന് ചോദിക്കുന്നുണ്ട്, ഇതിന് നീ എന്തുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞില്ല? വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ആ സമയത്ത് സിബിന്റെ ഭാഗത്ത് നിന്ന് ഇല്ലായിരുന്നു. അവിടെ സിബിന് പറ്റിയ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇവിടെ ശരി ഈ ഋഷിയുടെ ഭാഗത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട് എന്ത് കാരണം, ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെ ഉദാഹരണം ഒന്നും പറയാൻ തോന്നിയില്ല. ആ ഒരു രീതിയിൽ പിന്നെ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിൽക്കുന്നു സിബിനെയാണ് അവിടെ കണ്ടത്. അവിടെ പറഞ്ഞ് ഒരുവിധം സോൾവ് ആയതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് തന്നെ ഈ പറയുന്ന സാധനം സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. വിളിച്ചു കൂട്ടിയ ആരാണ്? ജാസ്മിനാണ് വിളിച്ചു കൂട്ടുന്നത്. അവിടെ പിന്നെ അത് തർക്കമാകുന്നു, അടിയാകുന്നു. ജാസ്മിൻ പലവട്ടം പറഞ്ഞു. ജാസ്മിൻ എന്തല്ലേ ഈ വിഷയം, അതായത് സിബിനും ഋഷിയുമായിട്ടുള്ള വിഷയം താൻ ഇടപെട്ട് അതിനൊരു പര്യവസാനത്തിലേക്ക്, ഒരു ശുഭ പര്യവസാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ജാസ്മിൻ ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. ഇതിനിടയിൽ ഈ പറയുന്ന ആരിടപെടുന്നുണ്ട്? പിന്നീട് നമ്മുടെ പവർ ടീം ഇടങ്ങുന്നുണ്ട്. ഇതിനിടയിൽ വളരെ ബുദ്ധിപരമായിട്ട് ഇവിടെ ഒരാൾ ഒരു കളി കളിക്കുന്നത് മറ്റൊരാളെ ജിൻഡയാണ്. ജിൻഡ വന്ന് ഇതിനകത്ത് ഒരു ചെറിയൊരു കുതിരിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു. ക്യാപ്റ്റൻ വിളിച്ച പിന്നീട് മീറ്റിംഗ് ആണ്. അതുകൊണ്ട് പവർ ടീം ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പവർ ടീം അവിടെ ക്യാപ്റ്റൻ അതിനുള്ള പവർ ഉണ്ട് എന്ന് പലവട്ടം പറയുന്നത് ആർക്ക് പിടിക്കുന്നില്ല. അവിടെ ആർക്ക് കൊള്ളുന്നുണ്ട്? ഈ പറയുന്ന അപ്സര അടങ്ങുന്ന പവർ ടീമിന് കൊള്ളുന്നുണ്ട്. അവിടെ ഈ ഗബ്രി ഉൾപ്പെടെ ആരെടുത്ത് നമ്മുടെ ജാസ്മിൻ തർക്കിക്കുമ്പോൾ ജാസ്മിൻ നിന്ന് പൊട്ടുന്നുണ്ട്, ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നത് നിൽക്കൂ, നിങ്ങളെ പവർ ടീം ഒക്കെ തരി ശരി തന്നെ, പക്ഷെ ഈ മീറ്റിംഗ് ഞാൻ വിളിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കണം, ഞാൻ വന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുന്നത് അപ്സരയ്ക്ക് പിടിക്കുന്നില്ല. അപ്സര അതുകൊണ്ടാണ് അവിടെ നിന്ന് എണീറ്റെന്ന് പറഞ്ഞത്. വേണ്ട, ഇനി ഇതിനെ കൂടുതൽ നിങ്ങൾ കുളമൊന്നും ആക്കണ്ട, നീ ഇതിനകത്ത് കയറി വലിയ പീരീസോ സാറോ കളിക്കണ്ട, നീ പോയി ക്യാപ്റ്റൻ അവിടെ പോയി ഇരി എന്ന് പറയുമ്പോൾ ആർക്ക് അവിടെ പൊട്ടുന്നു? നമ്മുടെ ജാസ്മിൻ അവിടെ പൊട്ടുന്നു. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഈ പറയുന്ന ഈ ഒരു വിഷയത്തെ ആര് ഏറ്റെടുക്കുന്നു? പവർ ടീം ഏറ്റെടുക്കുന്നു. അവിടെയാണ് ആർക്ക്? ജാസ്മിൻ പൊട്ടിപ്പോകുന്നത്. അതിനുശേഷം ജാസ്മിൻ പോയി കിടന്ന് കരയുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്നെ എല്ലാവരും ചവിട്ടി താഴ്ത്തുന്നു, ഇത് ഞാൻ എത്രയെന്ന് പറഞ്ഞ് സഹിക്കുമെന്നുള്ള ഡ്രാമകളും അല്ലെങ്കിൽ ആ സംഭവം. കാരണം അവള് വിചാരിച്ചെന്ന് വെച്ചാൽ ഇതെല്ലാം അവരുടെ കൺട്രോളിലേക്ക് വരാമെന്നും പവർ ടീമിന് പോലും ഒരു സ്ഥാനം കൊടുക്കാതെ പവർ ടീം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ പലയിടത്തും പല ഇൻസിഡന്റ് വരുമ്പോൾ ഇവള് കയറി റൂൾ ചെയ്യുന്നതാണ് കാണുന്നത്.
അതിപ്പോ നമ്മൾ ഡിബേറ്റ് വന്നപ്പോഴും പവർ ടീമിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് മറ്റാർക്കും ഒന്നും അറിയത്തില്ല, ഞാനെല്ലാം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവർ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ അൻസിബ ഇന്നലെ ഒരു സംഭവം പറഞ്ഞത്, ചിന്നുകുട്ടി അവിടെ അവിടെ ഇരുന്ന് എന്ത് ചെയ്ത് നീ മോഡറേറ്റർ വിട്ടാൽ മതി, ഇങ്ങോട്ട് നീ പറയണ്ട എന്ന് അൻസിബ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ പല കാര്യങ്ങളിലും ഈ പറയുന്ന ഈ പവർ ടീമിനെ ഓവർ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ ശ്രമിക്കുന്നു. അതാണ് ഇവിടുത്തെ ക്ലാഷിന് കാരണം. മനസ്സിലായോ? അപ്പൊ അതങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കണ്ടത് നന്ദനയുടെ ലവ് സ്റ്റോറിയാണ്. നന്ദനയുടെ ലവ് സ്റ്റോറി പറഞ്ഞാൽ കുറച്ച് നന്ദനയുടെ അച്ഛൻ മരിച്ചതും വിഷം കഴിച്ച് മരിച്ചതും അമ്മ വീട്ടു ജോലിക്ക് പോകുന്നത് ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് കരച്ചിലൊക്കെ പറയുന്നു. ഓക്കെ, അതത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി BB+ എന്താണ് നടന്നിരിക്കുന്നത് അറിയാൻ പാടില്ല, അത് നമുക്ക് നോക്കാം. എങ്കിലും ഞാനൊരു കാര്യം പറയാം, ഇവിടെ വന്ന 6 വൈൽഡ് കാർഡുകൾ ഏറ്റവും സൂപ്പറായിട്ട് ഇപ്പൊ തോന്നുന്നത് മറ്റാരും അത് സിബിനാണ്. അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ കൂടെ വന്ന നമ്മുടെ സായി കൃഷ്ണ ഇപ്പോൾ ഒരു നിഴൽ മാത്രമായി അവിടെ ഒരു വാഴയും കൂടി വെക്കേണ്ടതായിട്ട് വരുമെന്നുള്ള സ്ഥിതി വിഷയത്തിലേക്കാണ് പോയത്. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, സായി തിരിച്ചു. 2 ദിവസം ഒരു സ്റ്റേജ് ഫിയർ ഉണ്ട്, ആ ഫിയറൊക്കെ മാറിക്കൊണ്ട് നല്ല രീതിയിൽ തിരിച്ച് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.